കുറച്ചധികം ദിവസമായിട്ട് നമ്മുടെ വീട്ടിൽ ഈ ഒരു റൂം ഒഴിഞ്ഞെടുക്കാണ് കേട്ടോ. വേറെ ആരെയല്ല, ഇക്കാക്ക് ഇത്താത്ത യൂസ് ചെയ്തുകൊണ്ടിരുന്നാണ്. അവരിപ്പോ പെരുതാമസമൊക്കെ കഴിഞ്ഞ് പുതിയ വീട്ടിലേക്ക് മാറിയല്ലോ. നമ്മുടെ വീട്ടിൽ ഉള്ളതിൽ ഏറ്റവും വലിയ റൂമും ഇത് തന്നെയാണ് കേട്ടോ. ഈ ഒരു റൂമിന് ഞങ്ങൾ യൂസ് ചെയ്യുന്ന റൂമിനാണ് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളത്. സോമിച്ചും വാപ്പിച്ചും യൂസ് ചെയ്യുന്ന റൂമിന് ബാത്റൂം അറ്റാച്ച്ഡ് അല്ല. ഇതിപ്പോ കുറച്ചധികമായിട്ട് യൂസ് ചെയ്യാതെ കിടക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ പൊടിപടലങ്ങളെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ ഞങ്ങൾക്ക് കുറച്ച് ടൈം കിട്ടിയപ്പോ ഈ റൂം ഉമ്മിച്ചിക്കും വാപ്പിച്ചിക്കും കൂടെ ഹയാസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലേക്ക് ഒന്ന് ആക്കിയെടുക്കാൻ ഓർത്തു. അപ്പൊ ഞങ്ങളുടെ ക്ലീനിങ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഡീപ് ക്ലീൻ ചെയ്യുന്ന ദിവസം അറിയാലോ, നല്ല രീതിയിൽ പൊടിപടലങ്ങളൊക്കെ ഉണ്ടാവും. അലമാരിയുടെ ഡ്രോയറൊക്കെ അഴിച്ചു മാറ്റിയിട്ടാണ് കേട്ടോ ഇക്കാക്ക് ക്ലീൻ ചെയ്യുന്നത്. ഇനിയിപ്പോ അധികം നേരം ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ക്ലീനിങ് പുരോഗമിക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഫൈനൽ ലുക്ക് ദ റൂമിന്റെ ഇതാണ് കേട്ടോ. ഹയാസിന് യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു സിംഗിളിന്റെ കട്ടിലും ബെഡും ആണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അതുപോലെ ഉമ്മിച്ചിക്കും വാപ്പിച്ചിക്കും ഉള്ളതാണ് ഡബിൾ കോട്ടിന്റെ. നമ്മുടെ വീട്ടിലെ മക്കൾക്കെല്ലാം കലാവാസന കുറച്ചധികം കൂടുതലായതുകൊണ്ട് പേപ്പറും ബുക്കുകളും ഒന്നും തികയാതെ വരുമ്പോൾ അവർ ക്യാൻവാസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ചുമരുകളാണ് കേട്ടോ. ഭയങ്കര രീതിയിലുള്ള ഒരു മേക്ക് ഓവർ ഒന്നും സാധിച്ചില്ലെങ്കിലും ഇനിയിപ്പോ ഒരു പെയിന്റും കൂടി അടിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം മേക്ക് ഓവർ ആവുന്നതാണ് ഞങ്ങളുടെ ഒരു ധാരണ. ഹയാസിന്റെ ബോർഡൊക്കെ കൊണ്ടുവന്ന് നിൽക്കാതെ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോ എന്തായാലും വരും വീഡിയോസിൽ പെയിന്റിങ്ങും മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാവേ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ ബൈ ബൈ, സീ യു.